ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സഡ്ജർ പ്ലാന്റ് സെൻസിവേരിയ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വെറൈറ്റി വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് നമ്മൾ ഈ കാണുന്ന ഒരു വെറൈറ്റി. ഈ ഒരു വെറൈറ്റി നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതുമാണ്. അതേപോലെ കുറഞ്ഞ കെയറിങ്ങേ ഉള്ളൂ ഈ ഒരു ചെടിക്ക് വേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വാങ്ങി വളർത്താറുണ്ട് വീട്ടിലൊക്കെ. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വെറൈറ്റി ഉണ്ട്, അതേപോലെ കുള്ളൻ വെറൈറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റികളൊക്കെ നമ്മൾ വളർത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് പോട്ടിൽ ഹോളുകൾ ഇടാനുള്ളതാണ്. വെള്ളം കെട്ടി നിന്നാൽ മാത്രമേ ഈ ചെടികൾ കേടായി പോകുന്നുള്ളൂ. ഇതിൻ്റെ ചുവട്ടിലുള്ള ബൾബ് പോലെയുള്ള ഭാഗത്തിൽ വെള്ളം തട്ടി നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ച് ഈ ചെടികൾ വലിപ്പ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. വലിയ പോട്ടിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ ചെടികൾ വളരും, അതിൽ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും. നമ്മളെ വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്കൊരു പച്ചപ്പ് കൊണ്ടുവരാനും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനൊക്കെ ഈ ചെടികൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ചെടി നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. ഇൻഡോറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെടികളായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ ഇൻഡോർ ചെടികളും നമുക്ക് നമ്മുടെ വീട്ടിനകത്തായാലും ഓഫീസുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടി ആ രീതിയിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റുള്ള ചെടി കൂടിയാണ്. നല്ല കട്ടിയുള്ള തണ്ടുകളും ഇലകളൊക്കെ ഉള്ള ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലീഫുകൾ കൊണ്ടും അതിൻ്റെ തണ്ടുകളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയും ചെയ്യാം. സഡ്ജർ പ്ലാന്റിനെ നമ്മൾ എവർഗ്രീൻ പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. നമ്മളെ വീടുകളിൽ വായു ശുദ്ധീകരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങി വളർത്താവുന്നതാണ്. സഡ്ജർ പ്ലാന്റ് തന്നെ കുറച്ച് വെറൈറ്റികളുണ്ട്. ബ്ലാക്ക് ലീഫുകളുള്ള വെറൈറ്റി, അതേപോലെ ലീഫുകൾ ചെറിയ കുള്ളൻ വെറൈറ്റികളൊക്കെ ഉണ്ട്. അതിലൊരു ബ്ലാക്കും ഗ്രീനും കലർന്നിട്ടുള്ള ലീഫുകളുള്ള പ്ലാന്റാണിത്. അതേപോലെ തന്നെ ബാക്കിയുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റികൾ. ഇതിൻ്റെ റീപോട്ടിങ്ങും അതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ എങ്ങനെ നോക്കാം. നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നമുക്ക് നോക്കാം. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഈ ചെടികളുടെ പരിചരണം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഈ ചെടികൾ വളർത്തിയെടുക്കുന്നത്. അതുകൂടാതെ പെട്ടെന്ന് തന്നെ ഏതൊരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട്. സൂര്യപ്രകാശം ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചെടികൾ വളർത്താൻ സാധിക്കുന്നതും. നമ്മൾ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ചെടികൾ മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ചെടിച്ചട്ടിയിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ട് വേണം ഈ ചെടികൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ. ഇൻഡോറൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് മാത്രം നനച്ച് കൊടുത്താൽ മാത്രം മതി. മൂപ്പത്തിയ ലീഫുകളൊക്കെ നോക്കി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ലീഫുകൾ നമുക്ക് അടർത്തി വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വർഷത്തോളമായിട്ടുണ്ട്. അതിൽ നമ്മൾ 2-3 തൈകൾ ഇതേപോലെ തണ്ടുകൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തണ്ടുകൾ വേര് പിടിച്ചൊന്ന് നോക്കാം. അതേപോലെ ഈ ഒരു പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ സഡ്ജർ പ്ലാന്റിലുള്ള വളങ്ങൾ എന്ന് പറയുന്നത് ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടിയും മണലും കലർത്തി കുറച്ച് മണ്ണും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം പുതിയ തൈകളും അതേപോലെ അതിൻ്റെ നമ്മൾ വെച്ച് കൊടുത്ത കട്ടിങ്ങുകളൊക്കെ വേര് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ തൈയാണ്. മദർ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ചെടികൾ മാറ്റി നടാവുന്നതാണ്. ഇതിപ്പം നമ്മൾ തണ്ട് മുറിച്ച് ഇതിൽ കുത്തിവെച്ചതായിരുന്നു. അതിലും വേരുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കാണാൻ ഒരു വൈറ്റ് കളറുള്ളതാണ് ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്നത്. വലിയ ചെടികൾക്ക് ഇത്തരത്തിൽ വലിയ കിഴങ്ങുകൾ ചുവട്ടിലുണ്ടാവും. അതിന് കേടുവരാത്ത രീതിയിൽ വേണം നമ്മൾ റീപോർട്ടിങ് സമയത്ത് ചെയ്ത് കൊടുക്കാൻ. ചെടികൾ നടാൻ വേണ്ടി നമുക്ക് മണ്ണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ ഈർപ്പം നിൽക്കാത്ത മണ്ണ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ പോട്ടിൻ്റെ അടിവശത്തിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും നമ്മളെ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണ് ചെടി വെച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കും. ചെടികൾ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെറിയ സെപ്പറേറ്റ് ചെയ്തെടുത്ത തൈകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. കുറേ അധികം ചെടികൾ തിങ്ങി നിൽക്കുമ്പോഴാണ് കൂടുതൽ കാണാനും ഭംഗി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സഡ്ജർ പ്ലാന്റിൻ്റെ റീപോർട്ടിങ്ങിന് സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. വളരെ ഈസിയാണ്. നമ്മുടെ കരിയിലകളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത് ചാണകപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ മണ്ണ് മതി. നമ്മളെ കരിയിലകളൊക്കെ ഉണങ്ങിയിട്ടുള്ള കറുത്ത മണ്ണായാലും മതി. നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നോളും. സഡ്ജർ പ്ലാന്റിൻ്റെ ഇത്തരത്തിൽ ഒരു ചെടി നമ്മളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ലീഫുകളും തണ്ടുകളൊക്കെ മുറിച്ച് നട്ട് പുതിയ പുതിയ ചട്ടികളിലേക്ക് നമുക്ക് ഇതേപോലെ പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇത് നമ്മൾ തണ്ട് മുറിച്ചിട്ട് വേര് പിടിച്ചിട്ടുള്ള സെറ്റ്സ് പ്ലാന്റ് 2 തൈകളാണ്. ഇത് 2 നമ്മൾ ചെറിയൊരു പോട്ടിൽ മാറ്റി വയ്ക്കുകയാണ്. പോട്ടിൽ ഹോളുകളുള്ള പോട്ടിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. പിന്നീട് കുറച്ചുകൂടി 2-3 ലീഫുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. തൈകൾ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.